guys, welcome back to my channel. സോ നമ്മളിപ്പോൾ അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേരും കൂടെ ചേർന്ന് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി അന്വേഷിച്ചാണ്, ബട്ട് ഇന്ന് നമുക്കത് എടുക്കാൻ പറ്റില്ല അല്ലേ, നമ്മളിന്ന് ബുക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളൊരു കാര്യം ഇവിടെ നിന്ന് പുറത്ത് പോകുന്നതാണ്. എപ്പോഴും കാറിലേ പോകാൻ പറ്റുള്ളൂ. അപ്പം അമ്മ ആ ഒരു കാര്യത്തിൽ ചെറിയ രീതിയിലൊരു അപ്സെറ്റാണ്. സോ നമ്മൾ വിചാരിച്ചു, ഇവിടെ വട്ടമില്ല, ഉണ്ട്. സോ നമ്മൾ എന്നെ കാണാൻ പറ്റില്ല. സോ നമ്മൾ വിചാരിച്ചു അമ്മയ്ക്കൊരു അതെന്താ സ്കൂട്ടർ എന്നല്ലേ പറയുന്നത്, ഒരു സ്കൂട്ടർ വാങ്ങി കൊടുക്കാൻ. ഓക്കെ, അതിൻ്റെ പേരെന്തായിരുന്നു അന്ന് പറഞ്ഞൂടല്ലേ? ഓക്കെ, അതൊക്കെ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നതാണ്. നോക്കിയിട്ട് പക്ഷെ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അമ്മയ്ക്ക് ഇന്നല്ല, അത് എന്നായിരിക്കും വെച്ചാ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്താല് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്തോ TN രജിസ്ട്രേഷന് ടൈം എടുക്കും. ഇന്ന് വെള്ളിയാഴ്ച ആണ്ടേ, ശനിയല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കാം അല്ലേ? സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇത് ആക്ച്വലി എന്റെ പ്ലാൻ അല്ല, ഇത് അച്ഛന്റെ പ്ലാൻ അല്ലേ അമല? ഇത് അച്ഛന്റെ പ്ലാൻ ആണ്. ബട്ട് ഇത് നമ്മൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തതാണെന്നാണ് എനിക്ക് ലാസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അമ്മ ഞെട്ടും എന്നുള്ള കാര്യം 100% കറക്റ്റ് ആണ്. അമ്മ ഞെട്ടും, കാരണം പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇതൊക്കെ ക്ലൂ പോലെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും അമ്മ ഞെട്ടും. ഞങ്ങൾ ആക്ച്വലി ബാങ്കിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. കാരണം എന്തെങ്കിലും പറയാതെ നമ്മള് ഡിപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോവാണെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ അല്ല, വണ്ടി റൈറ്റ് സൈഡിൽ ഇടാൻ പറ്റില്ല, ലെഫ്റ്റിൽ വെക്കാം, ഈ തണലത്ത് വെക്കാം. പക്ഷെ നമ്മൾ ഏകദേശം അവിടെ എത്തി. അതിന്റെ കളറിന്റെ ആ ഒരു കോമ്പിനേഷന്റെ നെയിം എന്തായിരുന്നു അറിയാമോ? ഐസ്ക്രീം എന്നായിരുന്നു. കാരണം ഇന്നലെ ആ ഒരു അങ്കിള് പറഞ്ഞായിരുന്നു ഐസ്ക്രീം കളറല്ലേ എന്ന്. പക്ഷെ എനിക്ക് ഐസ്ക്രീം ആയിട്ടൊന്നും തോന്നുന്നു. നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലെത്തി. നമ്മുടെ വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, ദിസ് ഈസ് അവർ വണ്ടി. ഞങ്ങൾ ഇന്നലെ ഓടിച്ച് നോക്കിയായിരുന്നു. മാത്രമല്ല ഇന്നലെ നമ്മളത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. ആദ്യം ഞാൻ എന്നെ തന്നെയാണ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോസ് കണ്ടില്ലേ, ഞാൻ ഇന്നലെ ഓടിച്ച് നോക്കിയായിരുന്നു. നല്ല മാച്ചിങ് ആയിരുന്നു. ശരിയാ, കൊള്ളാമല്ലേ? ഇതിന് ശേഷം അമ്മല ഓടിക്കുന്നുണ്ടല്ലോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടോ? ഉള്ളതാ. കാറ്റലോഗ് ആണല്ലോ ഇത്. അങ്കിള് വണ്ടിയുടെ നെയിം അല്ല, സുസുക്കി ആക്സസ് 125 എന്നാ നമ്മുടെ വണ്ടിയുടെ പേര്. നല്ല രസമുണ്ട് നമ്മുടെ വണ്ടിയുടെ പേര്, സുസുക്കി ആക്സസ് 125cc. ഓക്കെ, അതാണ് നമ്മുടെ വണ്ടിയുടെ പേര്. അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ഒരു മിഡ് നൈറ്റ് കളർ ഉണ്ട്. പൊളിയായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഐസ്ക്രീം കളറാണ്. കാരണം അതൊരു നമ്മൾ ചൂസ് ചെയ്തതിന്റെ പേര് ഐസ്ക്രീം എന്നാ കളറിന്റെ പേര്. ഐസ്ക്രീം, അത് ശരി, ഐസ്ക്രീം പോലെ ഉണ്ടല്ലേ, ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട് ആ ഒരു കളർ. നമ്മളെപ്പോഴും ഇതുവഴി ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു കട ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അവല് പറഞ്ഞേ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയാലോ. സത്യം പറഞ്ഞാൽ മധുരയിൽ നമുക്കൊരു 2 വീലർ ഇല്ലാന്നുണ്ടെങ്കിൽ പെടുമെന്ന് പറയുമ്പോൾ ഓട്ടോൻ്റെ പ്രൈസ്, ഓട്ടോയിൽ പോകാനായിട്ടല്ലേ? അതെ, ഭയങ്കര പ്രൈസ് ഓട്ടോയിൽ. ഒരുപാട്
സോ അതിനെക്കാട്ടിലും നല്ലത് ഒരു 2 വീലർ പെട്രോളടിക്കുക ഹെൽമെറ്റ് ഒക്കെയാ പോവാ ഹെൽമെറ്റ് ഞാൻ പറഞ്ഞു എന്നിട്ട് ഹെൽമെറ്റ് வந்து இங்க இருக்கா ஹெல்மெட் ஃப்ரீ பண்ணி கொடுக்கும் எக்ஸ்ட்ரா ஃபிட்டிங் ஃப்ரீ 10 லிட்டர் பெட்ரோல் போட்டு கொடுக்கும் 10 லிட்டர் பெட்ரோல் அது ஃப்ரீ ஓகே ஓகே கொஞ்சம் ஹெல்மெட் காட்டுவீங்களா ஐயா ஹெல்மெட் வந்து நார்மல் ஹெல்மெட் தான் லேடிஸ் ஹெல்மெட் கிடையாது എന്താ ലേഡീസ് ഹെൽമെറ്റ് എവിടെ നിന്ന് വാങ്ങിക്കാം നമുക്ക് കുഴപ്പമില്ല നോർമൽ തരുമ്പോൾ നമുക്കത് വാങ്ങിയാൽ പോരെ വേറെ നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് പോകാൻ സുസുക്കിൻ്റെ ഹെൽമെറ്റൊക്കെ എല്ലാം എടുത്തിട്ടൊക്കെ വരികയാണ് നമുക്കിത് പക്ഷെ നമുക്ക് വേറെ വാങ്ങാം അല്ലേ വേറെ വാങ്ങാം ഗേൾസിന് ഹെൽമെറ്റ് ഞാൻ വാങ്ങി ഓ ഇത് സെയിം ആയിട്ടുണ്ട് ഓ യെസ് യെസ് ആ ഇത് കുഴപ്പമില്ല ഏകദേശം ഗേൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് ലോക്ക് എടുത്തിട്ട് വെച്ച് നോക്കും ഇതെങ്ങനെ ലോക്ക് എടുക്കുന്ന ഒട്ടിച്ച് വെച്ചു ഓ അങ്ങനെ അല്ലേ ഓക്കെ ഇത് വെച്ച് നോക്കാം കാണട്ടെ ഇത് ഹെൽമെറ്റ് വെച്ചില്ല എന്ന് വേണ്ട സത്യം പറഞ്ഞാൽ ഇത് അമ്മയാണ് ഇതിന്റെ പക്ഷെ കൊള്ളാം ലേഡീസ്മാര് ഇതൊക്കെ ലേഡീസ് നല്ല ഹെൽമെറ്റ് ரொம்ப കംഫർട്ടബിൾ ആ നൈസ് ഇവിടെ ഞാൻ വരുമ്പോ ഇത് വെച്ച് ഓടിച്ചിട്ട് വരാം ആ ഓക്കെ 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 ടൈറ്റ് ചെയ്യണം അല്ലേ ടൈറ്റ് ചെയ്ത് തരാം അപ്പൊ ഇനി അവനെ ഓടിക്കാനായിട്ടാണ് വെയിറ്റിംഗ് അല്ലേ ഓടിക്കാനായിട്ട് വെയിറ്റിംഗ് ആണ് കണ്ടല്ലോ എപ്പോഴും യെസ് ഒരു ഫോട്ടോ എടുത്തോ എങ്ങനെ ഉണ്ടെന്ന് കാണാം നോക്ക് നോക്ക് എന്നിട്ട് സ്പേസിൽ നിന്ന് ആൾക്കൊല്ലം ഉണ്ട് എന്നെ കാണാനായിട്ട് കുഴപ്പമില്ലല്ലേ ഒരു സേഫ്റ്റി ഉണ്ട് പിന്നെ നല്ലൊരു സേഫ്റ്റി ഉണ്ട് ഞാൻ വരുമ്പോൾ തന്നെ നിങ്ങളെന്നെ കണ്ടാൽ മതി ஓகே அதில் வந்து 4 நம்பர் சூஸ் பண்ணணுமா சரி இன்னும் இப்போ ஆர்டிஓஸை எந்த நம்பர் போயிட்டுருக்கு எந்த சீரியல் போயிட்டுருக்குன்னு நாங்கள் எம்இஎஸ் ஸ்ட்ரக்சர் ഞാൻ നടക്കാൻ പോയതാ ഒരു സർപ്രൈസ് ആണ് അമ്മയ്ക്ക് അച്ഛൻ പ്ലാൻ ചെയ്തേ ശരിക്കും പറഞ്ഞാൽ പ്ലാൻ എൻ്റെ തന്നെയാണ്. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഇവിടെ വരുമ്പോഴേ എപ്പോഴും കാറെടുത്തിട്ട് സിറ്റിയിൽ പോകാൻ പറ്റില്ല. കൊണ്ടുപോയി അവിടെ എവിടെയെങ്കിലും നമ്മൾ ഒതുക്കി ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോലീസ് ഇങ്ങോട്ട് വന്നിട്ട് ഫുൾ സീനാണ്. അപ്പോൾ എന്തുകൊണ്ട് ആലോചിച്ചപ്പോൾ ഒരു 2 വീലർ ഉണ്ടെങ്കിലേ വളരെ എളുപ്പമാണ്. ഇന്ന് സിറ്റിയിൽ എന്തെങ്കിലും പല ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരുമല്ലോ. നമ്മുടെ വണ്ടി ഏകദേശം റെഡിയാണ്. റെഡി ആയിട്ടുണ്ട്. എവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അമ്മ ഇന്ന് എന്തായാലും ഞെട്ടും അല്ലേ അമല? ഞെട്ടും അമ്മ. അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് അമല അണ്ണ വരെ ചിരിക്കുന്നു. ഞാൻ എന്തായി കാണിക്കുന്നത് എന്താണ് അത് ഇളക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അത് തന്നെ ഞാൻ പറഞ്ഞ. ഈ ഒരു ബോട്ടിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. ഇത് നമ്മുടെ അവിടെ കിട്ടുമല്ലോ, അതെന്ന് എനിക്കറിയാം.
അമലാണ് ഓടിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ? ഓക്കെ അല്ലേ അമല? സെറ്റല്ലേ? അത് പൊട്ടിയില്ല. നടന്നു നല്ല കളറായിട്ടുണ്ട് കാണാൻ. അപ്പൊ ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് മതി മതി മതി. ഓക്കെ, ഇനി അമ്മ വിളിച്ചിട്ട് താഴെ വരാൻ പറ. ഓക്കെ, എല്ലാരും എക്സൈറ്റഡ്. വിളിച്ചായിരുന്നില്ല, അപ്പൊ ഡൗട്ട് തോന്നുന്നു. നമ്മളിവിടെ നിൽക്കുന്ന പോലെ അഭിനയിക്കാം. എങ്ങനെയുണ്ട്? എൻ്റെ മുടിയൊക്കെ കാറ്റി പറന്ന് ഇങ്ങനെയൊക്കെ ആയ. മഴ പെയ്യുന്നില്ലേ? മഴയുണ്ട്, ചെറിയ മഴയുണ്ട്, കുഴപ്പമില്ല. എങ്കിലും കുഴപ്പമില്ല, പോവാം. നമ്മൾ ഇതിന് ശേഷം അമ്പലത്തിൽ പോകാമെന്നാണ് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു പ്ലാൻ. ഇതിന് ശേഷം അമ്പലത്തിൽ പോകാമെന്നാണ്. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ പോയ ടൈമിൽ അമ്മ അടുത്ത് പറഞ്ഞായിരുന്നു അമ്മ റെഡിയായി നിൽക്കി, വന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാം. പക്ഷെ അമ്മ റെഡിയാണ്. ഇപ്പോൾ താഴെ വരും, താഴെ വന്നിട്ട് കാണും. അതാണ് നോർമലായിട്ട് നിന്നാൽ മതിയേ. അപ്പം നമ്മളിപ്പോൾ അമ്പലത്തിലാണ് പോകുന്നത്. അച്ഛൻ നടക്കട്ടെ, അച്ഛൻ അങ്ങ് അറ്റം പറ്റുന്നോ? അങ്ങ് അറ്റം പറ്റുന്നു. അമ്മ വന്ന് അമ്മ ഒന്ന് 0 ആയി. ഞാനും എടുക്കായിരുന്നു. അയ്യോ, അമ്മ വന്നില്ല, അമ്മ വന്നില്ല. അപ്പൊ വേറെ ആരോ ഇല്ല, വേറെ ആരോ വന്നായിരുന്നു. അമ്മ വന്നില്ല. അച്ഛാ, ഇവിടെ നിന്നാ ഡൗട്ട് തട്ടും. അച്ഛാ അങ്ങ് പോവും. ഇറങ്ങാൻ ചോദിക്കി ഇല്ലായിരിക്കും. ഹായ് ഹായ്. ആ പറ. ഭയങ്കര മഴയല്ലേ? മഴ കേട്ടോ, ഞാൻ കൊടയൊക്കെ എടുത്ത്. കുഴപ്പമില്ല അല്ലേ? പുതിയ ഡ്രസ്സാമ്മ? നല്ല ഭംഗിയുണ്ട്. നമ്മളെന്തല്ലേ വാ ലേറ്റാവും. അല്ല, ഞാൻ എന്തിനാ ഇങ്ങനെ എടുത്തോണ്ടിരിക്കണം? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. പറയും. നമ്മുടെ തിരുവനന്തപുരം അമ്പലത്തിൽ പോകുകയാണ്. ഭയങ്കര മഴയുണ്ട്. പൊളി 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 സർപ്രൈസ്. പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. എങ്ങനെയുണ്ടമ്മ? അമ്മ പറ. അമ്പലത്തിൽ പോകുന്നത് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഹെൽമെറ്റ് കാണിച്ചാ? ഹെൽമെറ്റ് കിട്ടൂല്ല. ഹെൽമെറ്റ് വേണം ഇപ്പൊ? ഞാൻ എടുത്തോണ്ട് വരാം. അതിലില്ല. ഇവിടെ അവിടെ അല്ല. സർപ്രൈസ് ആയോ? എങ്ങനെയുണ്ടമ്മ? പൊളിച്ചാ? പിന്നല്ലേ എന്താണ് ഇപ്പൊ ചെയ്യാൻ? റിയാക്ഷൻ ഒന്നുമില്ലേ അമ്മ? ഒരു സർപ്രൈസ് റിയാക്ഷൻ നിൽക്കില്ലേ അമ്മ? അമ്മ പറമ്മ. കാണിച്ചു തന്ന ഓർമ്മ ഇതിൽ അമല വന്നത് ഇത് ലോക്കായി കഴിഞ്ഞാലാണ്. എന്നിട്ട് ബ്രേക്ക് കുടിക്കാൻ ഓൺ ചെയ്യാം. അമ്മ ഇതിനായിട്ട് പോയിട്ട് പിന്നല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്രതീക്ഷിച്ച അത്ര റിയാക്ഷൻ ഒന്നും ഇല്ലെങ്കിലും അമ്മ സർപ്രൈസ് ആയി അല്ലേ അമല? ആയി, കുഴപ്പമില്ല. അമ്മയ്ക്ക് നല്ല സന്തോഷമായി കേട്ടോ ഇതില്. അമ്മ സന്തോഷായ? പറ, സന്തോഷായ? ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെയല്ല, ഇത് കട്ട് ചെയ്ത് കളാ. അയ്യോ, നല്ല മഴ പെയ്യുന്നു. മഴ ഉണ്ടമ്മ? അമ്മ എങ്ങനെ ഇതിനകത്ത് ഓടി പോകുന്നു.
ഇതിനകത്ത് വണ്ടി ഓടിക്കും, ഇതിനകത്ത് ഓട്. അച്ഛൻ പറഞ്ഞ അതേപോലെ അങ്ങനെ തന്നെ. വരട്ടെ വരട്ടെ വരട്ടെ. ഹാപ്പിയാണ് കേട്ടാ. നൈറ്റിൽ ഓണാവുന്നു. സർപ്രൈസ് കേട്ടോ. എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം. ഞാൻ വിചാരിച്ചു നിങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് പെട്ടെന്ന് വാ നമുക്ക് പോവാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ മഴയാണ്. അങ്ങനെ കുടയൊക്കെ എടുത്ത് ഇങ്ങനെ അമ്മ വരും. എങ്ങനെ ഞെട്ടിയാ? പിന്നെ ഇല്ലേ, ഞെട്ടിക്കാനായിരുന്നു പ്ലാൻ. അപ്പൊ ഞെട്ടിയാന്നറിയണോ? എന്താണ് വിചാരം? ഇല്ല ഞെട്ടിയാൻ. പക്ഷെ മുന്തിയ മഴ പെയ്യുന്നു. കുഴപ്പമില്ല, നനഞ്ഞു വാ മാറി അല്ലേ? 20 മഴ